ആലുവ ജില്ലാ ആശുപത്രിയിൽ നവീകരിച്ച ലേബർ റൂമിന്റെയും എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ഉദ്ഘാടനം നടന്നു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി എറണാകുളം ജില്ലയിലെ വൈപ്പിൻ, പറവൂർ, ആലുവ, പെരുമ്പാവൂർ, കുന്നത്തുനാട്, പിറവം നിയോജക മണ്ഡലങ്ങളിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലായി 9.18 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആലുവ ജില്ലാ ആശുപത്രിയിൽ നാഷണൽ ഹെൽത്ത് മിഷൻ ഫണ്ട് മുഖേന 2.15 കോടി രൂപ ചെലവാക്കി നവീകരിച്ച ലേബർ റൂമിന്റെയും എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ഉദ്ഘാടനം ആരോഗ്യ, വനിതാ, ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ശരാശരി 90-100 ഡെലിവറിയാണ് ഒരു മാസം നടക്കുന്നത്. ആ കുഞ്ഞും അമ്മയും ആരോഗ്യത്തോടെ ഉണ്ടാവുക എന്നുള്ളത് സംസ്ഥാനത്ത് പൊതുവെ ഒരു കാര്യം കൂടി ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് സിസേറിയന്റെ റേറ്റ് അത് നിശ്ചിതമായ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും. റേറ്റ് എന്ന് പറയുമ്പോൾ എണ്ണം, അതിനപ്പുറത്തേക്ക് അത് പോകാനായിട്ട് പാടില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കപ്പെടേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ആലുവ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ സൗകര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ 2-3 പേരെ കണ്ടു. ഒരാളുടെ വൈഫ് പ്രസവിച്ചു, ഒരാളുടെ ഡെലിവറി 26-ാം തീയതിയാണ്. ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. നല്ല രീതിയിൽ സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രിയുടെ OP ബ്ലോക്ക് എക്സ്റ്റൻഷൻ പ്രവർത്തികൾക്ക് 4,73,00,000 രൂപ ഭരണാനുമതി കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ആ പണം ലഭിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം കണ്ട് അത് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ കമ്മിറ്റഡ് ലയബിലിറ്റി അത് നൽകാമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ഈ പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ പുരോഗമിച്ചു വരികയാണ്. അതോടൊപ്പം പള്ളിശ്ശേരി ജനകീയ ആലുവ MLA അൻവർ സാദത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ആലുവ നഗരസഭാ ചെയർമാൻ MO ജോൺ, വൈസ് പ്രസിഡന്റ് LC ജോർജ്, ആലുവ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് സ്മിജി ജോർജ്, ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശിവപ്രസാദ് PS, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, ആലുവ.